ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാകാത്തതിനെ തുടർന്ന് കുടുംബശ്രീ സംരംഭകരുടെ ഹോട്ടൽ ഒഴിപ്പിച്ചുവെന്ന് ആരോപണം. പത്തനംതിട്ട മലയാലപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ നിന്നും ഇറക്കിവിട്ടെന്നാണ് വനിതാ സംരംഭകരുടെ പരാതി. നിയമപരമായ ടെൻഡർ വിളിച്ച് മറ്റാളുകൾക്ക് കെട്ടിടം നൽകിയെന്നാണ് DTPCയുടെ വിശദീകരണം. ദേശാഭിമാനിയുടെ 5 പത്രം എടുക്കണമെന്ന് പറഞ്ഞ് 10 വർഷമായിട്ട് നമ്മൾ അത് പറഞ്ഞ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡൻ്റായ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്. സാറിനോട് പറഞ്ഞ് ഞങ്ങൾ നിലവിൽ 10 വർഷമായിട്ട് പത്രം ഉണ്ടല്ലോ, അത് പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ കൊട്ടേഷനിൽ പോകട്ടെന്ന് പറഞ്ഞു. ലോൺ എടുത്ത് കഴിഞ്ഞ 10 വർഷമായി നടത്തിവന്ന ഹോട്ടൽ ഒഴിപ്പിച്ചെന്നാണ് 6 കുടുംബശ്രീ അംഗങ്ങളുടെ ആരോപണം. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാകണമെന്ന് ആവശ്യപ്പെട്ട് CPIM ഏരിയ കമ്മിറ്റി അംഗം സമീപിച്ചിരുന്നുവെന്നും ഒരു പത്രത്തിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്നറിയിച്ചതോടെ ഹോട്ടൽ ടെൻഡറിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞുവെന്നുമാണ് ആരോപണം. സംസാരിച്ചിരുന്നു. അപ്പോഴും നിങ്ങൾ പത്രം എടുക്കാഞ്ഞതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ വന്നതെന്നാ എന്നോട് പറഞ്ഞ് പോയിന്റ്. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ കൊട്ടേഷനും പോയി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ നിസ്സാര വിലയ്ക്ക് വിറ്റു. നിസ്സാര വിലയ്ക്കെന്ന് പറഞ്ഞാൽ പറയാം, ഞങ്ങൾക്ക് വിഷമമുണ്ട് ആ കാര്യം പറയുന്നതിന്. അങ്ങനെ പോലും ഇത് വിൽക്കുമായിരുന്നു. നാളെ ഞങ്ങളുടെ ജീവിതം എന്തുവാണെന്നറിയത്തില്ല. പത്രപരസ്യമടക്കം നൽകി നിയമപരമായി ടെൻഡർ വിളിച്ചാണ് മറ്റാളുകൾക്ക് കെട്ടിടം കൈമാറിയതെന്നാണ് DTPCയുടെ വിശദീകരണം. വനിതാ സംരംഭകർ സ്ഥാപിച്ച AC അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുച്ഛമായ വിലയ്ക്ക് നൽകി ഒഴിവാക്കിയാണ് ഇവരുടെ മടക്കം. എന്നാൽ വിഷയത്തിൽ പങ്കില്ലെന്നാണ് CPIM നേതാക്കളുടെ വിശദീകരണം. 24 പത്തനംതിട്ട.